ആശാ വർക്കേഴ്സിൻ്റെ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും പി ഗോവിന്ദപിള്ളയുടെ മകളുമായ KG താര ഡോക്ടറേറ്റുള്ള കുട്ടിയാണ്. അവർ ഈ സമരത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടിനെ കർശനമായി വിമർശിച്ചിരിക്കുന്നു. കാരണം അവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ്റെ മകളാണ്. കമ്മ്യൂണിസം എന്തെന്ന് അവർക്കറിയാം. സമരത്തിലൂടെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. ഇവിടെ സമരം ചെയ്യുന്നവരെയാണ് അപമാനിക്കുകയും കളിയാക്കുകയും അവരുടെ യാതൊരു അവകാശങ്ങളും ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാവുകയും ഈ സർക്കാർ ഇരിക്കുന്നത്. പാവപ്പെട്ടവൻ്റെ തൊഴിലാളികളുടെ സർക്കാർ. അപ്പോൾ അവർ ഈ സമര പന്തലിലെ സമര സേനാനികളെ ആദരിച്ചത് ചുവന്ന കുട നൽകിക്കൊണ്ടായിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സമരപ്പന്തലിൽ ഇരിക്കുന്നവർക്ക് കുട നൽകി. കാരണം മഴ പെയ്യാം, കഠിനമായ ചൂട് അനുഭവിക്കുന്ന കാലഘട്ടം, അതൊക്കെ ഉദ്ദേശിച്ചാണ്. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CIT എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയുടെ നേതാവ് ഗോപിനാഥ് അവഹേളിച്ചു, പരിഹസിച്ചു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. എന്താണ് ഈ ആശാ വർക്കേഴ്സിനോട് ഇത്ര വലിയ വിരോധം? മനസ്സിലാകുന്നില്ല ആർക്കും. സാമ്പത്തിക പ്രതിസന്ധിയാണോ? അങ്ങനെയെങ്കിൽ എന്തുമാത്രം ധൂർത്താണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ തന്നെ അറിയാം, PSC പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ആർക്കെങ്കിലും ഇവിടെ ജോലി കിട്ടുന്നുണ്ടോ? ഇവിടെയുള്ള എന്തെങ്കിലും വേക്കൻസി വന്നാൽ താൽക്കാലിക ജീവനക്കാരെ വെച്ച് ശമ്പളം കൊടുത്ത് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും അവരുടെ മേലില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അങ്ങനെ വെറും ഒരു നോക്കുകുത്തിയായി ഇരിക്കുന്ന PSCയുടെ ചെയർമാന് നേരത്തെ ഉണ്ടായിരുന്ന 2,26,000 നിന്നും 3,51,000 മാസശമ്പളം വർദ്ധിപ്പിച്ചു. അംഗങ്ങൾക്ക് 2,23,000 എന്നുള്ളത് 3,25,000 വർദ്ധിപ്പിച്ചു. അംഗങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. എന്തിനു വേണ്ടി? പിന്നെ നമ്മുടെ നാട്ടിൽ എത്രയെത്ര കമ്മീഷനുകളാണ്, എത്രയെത്ര ബോർഡുകളാണ് നാട്ടിനും ആർക്കും ഒരു പ്രയോജനമില്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിലെയൊക്കെ അംഗങ്ങൾക്കും ചെയർമാനും ഒക്കെ എന്തുമാത്രം പൈസയാണ് വാരിക്കോരി കളയുന്നത്. ഇവിടെ ജീവിതം ഈ നാടിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ആശാ വർക്കേഴ്സ്. അവരോടാണ് ഇത്രയും നിരുത്തരവാദപരമായ ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് തികച്ചും അപലപനീയമാണ്. സർക്കാർ അടിയന്തരമായി ഇതിലിടപെട്ട് ഇത് പരിഹരിക്കേണ്ടതാണ്.